ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരി ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വന്ന മാറ്റവും മനുവേട്ടനെ വിളിച്ചിട്ട് കിട്ടാത്തതും അച്ഛൻ്റെ ഒരു സ്വഭാവത്തിലെ മാറ്റമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് ഷാരി വരുന്നത്. ഷാരി ജ്യൂസ് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ സരി പറയുന്നുണ്ട്, അമ്മ ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ജ്യൂസ് കഴിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം ഷാരി പറയുന്നുണ്ട്, ഈ സമയത്ത് അത്യാവശ്യം ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, അകത്തോട്ടേക്ക് എത്തണം, കാരണം ഗർഭിണിയായിരിക്കുന്ന ടൈമല്ലേ. സരി ജ്യൂസ് വാങ്ങിച്ചെങ്കിലും അവൾ വീണ്ടും പറയുന്നുണ്ട്, ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്, 2-3 ദിവസമായിട്ട് അത് ശരിക്കും കാണാനുമുണ്ട്. ഷാരി ആകെ നിശബ്ദയാണെങ്കിലും വീണ്ടും സന്തോഷം അഭിനയിച്ചുകൊണ്ട് സരുവിന് മുന്നിൽ പറയുകയാണ്, ഒന്നുമില്ല മോളെ, മോളുടെ അച്ഛന് തലയ്ക്ക് വട്ടായതുകൊണ്ട് എനിക്കിനി ആകെ ആശ്രയം മോളും മോളുടെ ഭർത്താവും മാത്രമാണ്. നിങ്ങൾ നന്നായി ഇരുന്നാലേ എനിക്കും ഈ വയസ്സാം കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ. പിന്നെ ഇനി മോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നോക്കി കാലം കഴിക്കണം. ഷാരി എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം സരുവിൻ്റെ മുഖത്തും ആ ഒരു ഭാവമാറ്റമുണ്ട്, ടെൻഷനൊക്കെ ഉണ്ട്. അതാണ് അമ്മയുടെ ആഗ്രഹം. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മോള് ജന്മം നൽകാൻ വേണ്ടി നല്ല പോഷകമുള്ള ആഹാരവും ഭക്ഷണവും ഒക്കെ ശരീരത്തിനകത്തേക്ക് ചെല്ലണം. അപ്പം സരു പറയുന്നുണ്ട്, എങ്കിലും ഇതൊന്നും അമിതമായിട്ട് കുടിക്കുന്നത് നല്ലതല്ല അമ്മേ. മനുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മനുവേട്ടന് കൊടുക്കായിരുന്നു. പെട്ടെന്നാണ് ഷാരിക്കും മനുവിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അയ്യോ ശരിയാണല്ലോ, മനുമോൻ ഇതെവിടെ പോയി, മനുമോനെ കാണാനേ ഇല്ലല്ലോ എന്നിങ്ങനെ അതിശയത്തോട് ചോദിക്കുകയാണ്. അപ്പം സരു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ഇപ്പോൾ ബിസിനസ് എന്നും പറഞ്ഞ് ഒരേ കറക്കാ. എന്ന് വെച്ചാൽ കുറേ നാളായാലും ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സിനെയൊക്കെ ഇങ്ങോട്ടേക്ക് വരുത്തുക. അപ്പം ഷാരി ചോദിക്കുന്നുണ്ട്, അവരൊക്കെ ഏത് ഹോട്ടലാണ് മോളെ? ഏതോ 5 സ്റ്റാറോ 7 സ്റ്റാറോ മറ്റോ ആണെന്നാണ് പറഞ്ഞത്, എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സരു ചിരിച്ചുകൊണ്ട് പറയാണ്. 7 സ്റ്റാർ ആണെങ്കിൽ നമുക്കും കൂടി പോവാം, സരു അമ്മയോട് പറയാണ്. അപ്പോൾ ഷാരി ദീർഘനിശ്വാസത്തോടെ പറയുന്നുണ്ട്, എന്തായാലും നാളത്തെ ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് എവിടാന്ന് വെച്ചാ ഞാനും വരാം. അപ്പോൾ സരു ചോദിക്കുക, നാളെ എന്താ അതിന് പ്രത്യേകത? അപ്പോഴത്തന്നെ ഷാരി ചിരിച്ചുകൊണ്ട് പറയൂ, പ്രത്യേകതയൊന്നുമില്ല, നാളെ കർത്തവാവല്ലേ, അത് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ സരു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അതിന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലായിരുന്നല്ലോ. എന്ത് ചെയ്യാം, മോളുടെ അച്ഛന് വട്ടായതോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അമ്മ വിശ്വസിച്ച് പോവുക. അപ്പോൾ സരു ചോദിക്കുന്നുണ്ട്, അച്ഛന് വട്ടായത് അമ്മയ്ക്ക് വലിയ നിരാശയായല്ലേ? ഭർത്താക്കന്മാർക്ക് വട്ടായാൽ പിന്നെ ആർക്കാ മോളെ നിരാശയില്ലാത്തത്? അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എങ്ങനെ നടന്നിരുന്നൊരു മനുഷ്യനാ, വലിയ തലയും വലിയ ശരീരവും, പക്ഷേ ആ വലിയ തലക്കകത്തിപ്പോൾ വട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സരു പറയുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് കുറവുണ്ടമ്മേ, എന്നാലും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ, ഏത് നിമിഷവും വട്ട് തിരിച്ചു വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആയുധങ്ങളൊക്കെ അടുക്കളയിൽ വെച്ച് അടുക്കള പൂട്ടുന്നേ. ഇനി എന്നെയും മോളെയും കാണുമ്പോൾ കിരണും കല്യാണിയാണെന്ന് വിചാരിച്ച് നമ്മുടെ നെഞ്ചത്ത് കത്തി കയറ്റണ്ടല്ലോ. മനുമോനെ ആണെങ്കിൽ അങ്ങേർക്ക് ഇപ്പോഴും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ സരയും പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാവാത്തത്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, എല്ലാത്തിനും അവസാനം ഉണ്ടാവും മോളെ, നാളെ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് പറഞ്ഞിട്ട് ഷാരി അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴും സരയുടെ മനസ്സിൽ നിറച്ചും ടെൻഷനാണ്. രാത്രിയായ സമയത്ത് രാഹുൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കമില്ലാതെ നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഷാരി കയറി വരുന്നുണ്ട്. ഷാരി ഒരു തരം ദേഷ്യത്തോടെയും വെറുപ്പോടെയൊക്കെയാണ് അയാളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ, രാത്രിയിൽ ഉറക്കം അല്പം കുറവാ. അപ്പം മുറിയിലേക്ക് കയറി വന്ന് ഷാരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്, പാലും പഴവും തേനും ഒക്കെ ഞാൻ തരാം. അപ്പോൾ രാഹുൽ ഇങ്ങനെ അവരെ ഭാവമാറ്റം കാണുമ്പോൾ അവരിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഷാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, തൽക്കാലം അതൊക്കെ കഴിക്കാതെയും കുടിക്കാതെയും കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ രാഹുൽ പറയാണ്, ഭർത്താക്കന്മാർ പാപ്പരായാ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാ. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഭർത്താവ് എത്ര പാപ്പരായാലും അവർ നല്ലവരാണെങ്കിൽ ഒരു സ്ത്രീയും അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാതിരിക്കില്ല. അപ്പോൾ രാഹുൽ കിടക്കേന്ന് എഴുന്നേറ്റിട്ട് പറയാണ്, നമ്മളെയൊക്കെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അതിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല, അതിൻ്റെ തമ്പുരാനാ ഇവിടെ ഉള്ളത്. തമ്പുരാനോ? അതാരാ? എൻ്റെ മരുമോനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഷാരി ദേഷ്യത്തോടെ ചോദിക്കുക. ഞാനൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും ഷാരി വീണ്ടും പറയുന്നുണ്ട്, മനുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒന്നും പറയാത്തതാ നല്ലത്. എന്നെക്കുറിച്ചോ എൻ്റെ മോളെക്കുറിച്ചോ പറഞ്ഞാൽ ഞാൻ സഹിക്കും, പക്ഷെ അവനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ വെളിവില്ലാത്ത നിങ്ങളെ ഈ തലയുണ്ടല്ലോ, അത് ഞാൻ തല്ലി പൊളിക്കും. അപ്പോൾ രാഹുലും പറയുന്നുണ്ട്, അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഷാരി ദേഷ്യത്തോടെ പറയാ, എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു, ഇനി ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ എനിക്കൊന്നുമില്ല. ഷാരി സങ്കടത്തോടെയാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ പേരക്കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുമല്ലേ? പേരക്കുട്ടി മിണ്ടാതിരിക്കവിടെ, ഷാരി ദേഷ്യത്തോടെ പറയാണ്. അപ്പം രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഇവള് മനോഹർ തരികിടയാണെന്ന് അറിഞ്ഞോ എന്തോ, അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ വയലൻ്റ് ആവേണ്ട കാര്യമില്ലല്ലോ. അയാളൊന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ തന്നെ ഷാരി പറയുന്നുണ്ട്, ചിന്തിക്ക് ചിന്തിച്ച് കൂട്ട്,
അപ്പോൾ രാഹുൽ പറയാ, ശാരി നമ്മുടെ കുടുംബം ഇപ്പോൾ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു മുങ്ങിക്കപ്പലാ. ഏത് നിമിഷവും അത് മുങ്ങിത്താഴും. നമുക്കൊരബദ്ധം പറ്റി. തനി തങ്കത്തിൻ്റെ സ്വഭാവമുള്ള ഒരുത്തൻ നമുക്ക് അരികിലുണ്ടായിരുന്നു. അവനെയാ നമ്മൾ നമ്മുടെ മോള് ജനിച്ചപ്പം മുതൽ അവളുടെ ഭർത്താവായി കണ്ടിരുന്നത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അപ്പോഴേക്കും ശാരിക്ക് ദേഷ്യം പിടിക്കുകയാണ്. മിണ്ടാതിരിക്കവിടെ. ആകെ ഈ നരകതുല്യമായ ജീവിതത്തിനിടയിൽ കിട്ടിയ ഒരു മാണിക്കാണ് എൻ്റെ മരുമോന്. ശാരിയുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പോൾ അവനല്ല പ്രതി. അപ്പോൾ ഇനി ഞാനാണോ? എന്നിട്ട് ഇത്രയും നല്ലൊരു മരുമകനെ നമുക്ക് കിട്ടിയിട്ടും ഇയാൾക്ക് അത് പോരാ. ഇപ്പം ആകെ കൂടെ എനിക്ക് ആശ്വസിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നീ ഏതു നേരം ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ തീയാ ശാരി. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കണ്ട് അവനിപ്പോൾ മാറി നിന്ന് ചിരിക്കുക. അപ്പോൾ ശാരി പറയാ, അവൻ ചിരിക്കുക കരയാന്നൊക്കെ നിങ്ങളിപ്പോൾ പറയും. കാരണം നിങ്ങൾക്കിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ല. ഞാനിപ്പോൾ ഈ മുറിയിൽ കഴിച്ചു കൂട്ടുന്നത് തന്നെ ഭയന്നാ. രാത്രിയിൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ എഴുന്നേറ്റ് കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ ശാരി വെപ്രാളത്തോടെയാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഇങ്ങനെ അവരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്, ഇവളെന്തൊക്കെയാ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം രാഹുലിനെ നോക്കിയിട്ട് അവർ പറയുന്നുണ്ട്, ഇപ്പം ഞാനൊരു യാത്രയിലാണ്. അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. അതുമല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നോളാം. അപ്പോൾ രാഹുൽ ഇങ്ങനെ അതിശയത്തോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തോ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊരു പേടിയോടെ. അല്ല, എന്താ നിൻ്റെ പ്രശ്നം? നിങ്ങൾ തന്നെയാണ് എൻ്റെ പ്രശ്നം മനുഷ്യ. ശാരി പൊട്ടിത്തെറിക്കുകയാണ്. കൂടുതലൊന്നും ചോദിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശാരി അവിടുന്ന് ദേഷ്യത്തോടെ പോയിട്ട് അവരുടെ ബെഡിൽ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാഹുലിനും ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവൾ എന്തൊക്കെയോ തിരിച്ചറിഞ്ഞോ എന്നൊക്കെ ഉള്ളൊരു വെപ്രാളത്തോടെയാണ്. പക്ഷെ ഒരിക്കലും ഈ ഒരു കാര്യമാണെന്നുള്ള രാഹുലും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ബെഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥമായ മനസ്സുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ കുറേ പാതിരാത്രിക്കായ സമയത്താണ് മനോഹർ വന്ന് ബെല്ലടിക്കുന്നത്. അപ്പോൾ സരയു വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോൾ തന്നെ മനോഹർ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. സരയു പുഞ്ചിരിച്ചെന്ന് വരുത്തിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. മനോഹർ പിന്നാലെ പോയ സമയത്ത് സരയു ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു മനുവേട്ട ഇത്ര നേരം? പലപ്പോഴും വിളിക്കുമ്പോൾ കിട്ടാറില്ല. ചില സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. അപ്പം മനോഹർ പതറിക്കൊണ്ട് പറയുകയാണ് ചിരിച്ചുകൊണ്ട്, ഞാനേ ബിസിനസ് കാര്യങ്ങൾക്കിടയിൽ ഫോൺ എപ്പോഴും സൈലൻ്റ് ആക്കി വെക്കാറാണ് മോളൂ. പിന്നെ മോളുവിൻ്റെ വിളി വരുമ്പോൾ മാത്രം ഞാൻ എടുക്കുന്നത്. അപ്പോൾ സരയു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല എല്ലാ രാജ്യത്തു നിന്നും ബിസിനസ്സിൻ്റെ ആൾക്കാർ വന്നു അല്ലേ? അപ്പം മനോഹർ പറയാണ്, അതെ, കൺട്രികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ സരയു ചോദിക്കുക, കൺട്രികളോ? പെട്ടെന്ന് അബദ്ധം പറ്റിയത് മനസ്സിലായി എന്നുള്ള രീതിയിൽ തന്നെ മനോഹർ പറയുന്നുണ്ട്, അല്ല ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന്. അത് കേട്ടോണ്ടാണ് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നത്. മൊത്തത്തിലുള്ളൊരു ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു. എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹർ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ രാഹുൽ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഏതൊക്കെ കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്നടാ? അപ്പം മനോഹർ ഇങ്ങനെ ദേഷ്യത്തോടെ അയാളെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സരിയും ദേഷ്യത്തോടെ പറയുകയാണ്, മനുവേട്ടന് ഇപ്പോൾ ഒരുപാട് രാജ്യത്ത് ബിസിനസ് ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു രാജ്യത്തെ ബിസിനസ് അച്ഛനെ ഏൽപ്പിക്കേ. ഇപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ടാ തലയ്ക്ക് വെളിവില്ലാതെ ഇങ്ങനെ നടക്കുന്നേ. അപ്പോൾ രാഹുൽ മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഏത് രാജ്യത്തേട്ടാണാവോ എന്നെ പറഞ്ഞു വിടുന്നത്? അപ്പം മനോഹർ പറയാ, അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അച്ഛനെ ഉഗാണ്ടയിലേക്കാണ് നാട് കടത്തുന്നത്. അവിടെ നിനക്ക് ബിസിനസ് ഉണ്ടോ? മനോഹറിനോട് ചോദിക്കുക. പിന്നെ അവിടെ എനിക്ക് കാഷ്യൂ ബിസിനസ് അല്ലേ. സൗത്ത് ആഫ്രിക്കയിലെ ഒരു 20 ഏക്കർ ഭൂമിയുണ്ട് എനിക്ക്. അത് കൃഷിക്ക് വേണ്ടി പാട്ടത്തിന് കൊടുത്തിരിക്കുക. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, അവിടെയും പാട്ടത്തിനൊക്കെ കൊടുക്കുമോ? അതൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന് ചിരി വരികയാണ്. പിന്നെ അവിടെ പാട്ടും പാടിയാ പാട്ടത്തിന് കൊടുക്കുന്നത്. മകളെ കളിയാക്കിക്കൊണ്ടാണ് രാഹുൽ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മനോഹർ അടുത്ത അമ്പെയ്യാണ്, മഴക്കാലായാലും ആകാശത്തൊക്കെ താരകങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ രാഹുൽ മനോഹറിനെ നോക്കുന്ന സമയത്ത് സരയു ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട്? അല്ല, താരകങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് രാഹുലിന് വെച്ചിട്ട് ഇട്ടൊരമ്പാണ്. എന്നിട്ട് രാഹുലിൻ്റെ നേരെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടല്ലോ എന്ന്. അപ്പം മനസ്സിൽ രാഹുലും വിചാരിക്കുകയാണ്, ഇത് പറഞ്ഞാണ് നീ എന്നെ ഒതുക്കുന്നത്. പല കൺട്രീസിലും അവന് ബിസിനസ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശാരിയും വരുന്നുണ്ട്. മരുമോൻ വന്നായിരുന്നോ? പക്ഷെ ശാരിയുടെ മുഖത്ത് ആ ഒരു തെളിച്ചുണ്ടായിരുന്നില്ല. അപ്പം തന്നെ അത് നോക്കിക്കൊണ്ട് മനോഹർ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നേ? മൊത്തത്തിലൊരു വിഷാദം ഉണ്ടല്ലോ മുഖത്ത്. അപ്പം രാഹുൽ പറയാ, നീയല്ലേ മരുമോൻ, വിഷാദം ഉണ്ടായില്ലെങ്കിലേ അതിശയുള്ളൂ. അപ്പം സരയു പറയുന്നുണ്ട്, അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. മനുവേട്ടൻ ചോദിച്ചത് അമ്മയോട് ഞാനും 2 ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആൻറ്റിയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം അമ്മയുടെ അവസ്ഥ ഇതാ. അതിനൊന്നും ശാരി മറുപടി പറയാതെ ആ ഒരു മുഖമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റിയും അവരുടെ മക്കളും തമ്മിൽ യഥാർത്ഥത്തിൽ അടുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അമ്മ പോയിട്ടുണ്ടായിരുന്നത്?
എന്നിട്ടെന്താ അതിൽ വലിയ സത്യം ഉണ്ടായിരുന്നോ? അപ്പം സരയു പറയുന്നുണ്ട്, സത്യം ഉണ്ടായിരിക്കും, അല്ലാതെ അമ്മ ഇങ്ങനെ വിഷമിക്കില്ല. അപ്പം മനോഹർ രാഹുലിനിട്ട് കൊട്ടുകയാണ്, ഇവിടെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളല്ലേ പറഞ്ഞത് മോളുവിൻ്റെ ആൻറ്റിയുടെ നാടകമാണിതെന്നൊക്കെ. അപ്പം മിക്കവാറും അതിന് വിപരീതമായിട്ട് സംഭവിക്കാനാണ് സാധ്യത. അതൊക്കെ കേട്ട സമയത്ത് ഷാരി വിഷമത്തോടെ പറയാണ്, അതൊന്നുമല്ല മോനെ കാര്യങ്ങൾ, എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നു എന്ന് മനസ്സിനൊരു തോന്നൽ. അപ്പം രാഹുലും പറയാണ്, ഇന്നലെ ഇവള് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നായിരുന്നു. അപ്പം മനോഹർ പറയാ, അത് കഴിഞ്ഞ് അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ കൂടുതൽ ഞെട്ടിക്കാണും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ കൊടും ഭ്രാന്തനല്ലേ കൂടെ കിടക്കുന്നത്. അപ്പം രാഹുൽ പറയാ, ഇവിടെ ചിലർക്കൊക്കെ ഷോക്ക് കൊടുക്കേണ്ട സമയമായി. അപ്പം മനോഹർ പറയുന്നുണ്ട്, എന്നെയാ ഉദ്ദേശിച്ചത്, എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത്. സാരയില്ല, ഞാനത് മാനേജ് ചെയ്തോളാം. സാരയില്ല, മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പോവാണ്. അപ്പം സരയു ദേഷ്യത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്, ദേ അടങ്ങി ഒതുങ്ങി നിന്നാ ഏതെങ്കിലും ഒരു രാജ്യത്തെ ബിസിനസ് അച്ഛന് നോക്കാം. അത് പറഞ്ഞ് സരയും പോയതിനു ശേഷം രാഹുൽ ഷാരിയോട് ചോദിക്കുന്നുണ്ട്, ഷാരി ഇനി കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? ആ ഉണ്ട്, കടലിനടിയിൽ ഒന്ന് മുങ്ങിത്തപ്പി നോക്ക്, എന്നിട്ട് പിന്നെ നിങ്ങൾ പൊന്തിയില്ലെങ്കിൽ ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുമല്ലോ. അപ്പോൾ രാഹുലും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതെ നിലയിലാ കയത്തിലിപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ കഴുത്തുവരെയായി. അപ്പോൾ ഷാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മൊത്തം മുങ്ങി നിൽക്കുക ഞാൻ. കഴുത്തുവരെ മുങ്ങിയ ആളെ ചവിട്ടി താഴ്ത്തണോ അതോ കോരിയെടുക്കണോന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഷാരിയുടെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുന്ന സമയത്ത് രാഹുലിന് ചെറുതല്ലാത്ത രീതിയിലൊരു പേടി വരുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം എരിയാണ് ഷാരി. അതിനുശേഷം കുറച്ച് നേരം തിരിഞ്ഞിട്ട് രാഹുലിനെ നോക്കിയിട്ട് ഇങ്ങനെ പകയോടുകൂടി രാഹുലിനെ നോക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്, എന്താ ഇവരിങ്ങനെ നോക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ട് പോന്നു? എങ്ങോട്ടെങ്കിലും. എങ്ങോട്ടേക്കാണെങ്കിലും തലമുടിയൊക്കെ ഒന്ന് ചീവിയിട്ട് പോയാൽ പോരെ? രാഹുൽ ചോദിക്കുന്നുണ്ട്. തല ഉണ്ടെങ്കിലല്ലേ തലമുടി ചീവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ രാഹുൽ ചിരിച്ചുകൊണ്ടിരിക്കുക, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഷാരി ദേഷ്യത്തോടെ പറയാ, അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. അപ്പോൾ രാഹുൽ ലാസ്റ്റ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ശരിക്കും നിനക്ക് എന്താ പറ്റിയത്? പറ്റിയത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. സത്യത്തിൽ എനിക്കല്ല കുഴപ്പം, നിങ്ങൾക്കൊക്കെയാ. അതെ എനിക്കാ കുഴപ്പം, ഞാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുക. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, തലയ്ക്ക് ഭ്രാന്തില്ലാത്ത ഒരാളെ ഭ്രാന്തനാക്കിയില്ലേ, അതിൻ്റെ തിരിച്ചടി നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കും. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി നിങ്ങളാ. ഇതുപോലൊരാളെ ശത്രുക്കൾക്ക് പോലും ഭർത്താവായി കിട്ടരുത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഒരു സമയത്ത് എന്നേക്കാളും നല്ല ഭർത്താവ് വേറെ ഇല്ല എന്നല്ല നീ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ സ്ഥിതിയൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നപ്പോൾ നിന്റെ വീട്ടുകാരും പറഞ്ഞു, മോളെ നിന്റെ ഭാഗ്യ ഇവനെന്ന്. അതൊക്കെ ഷാരിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ പറയാണ്, നിന്റെ വീട്ടിലുള്ളവരും രക്ഷപ്പെട്ടത് അതിന് ശേഷാ. അയ്യോ എല്ലാം സമ്മതിച്ചു, പക്ഷെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് അവസാനം എന്നെ മുക്കാനായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. സഹായം കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടു, ഇപ്പം ദേ ഞാനിങ്ങനെയായി. അപ്പോൾ രാഹുൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, ശരിക്കും നിന്റെ മനസ്സിനകത്ത് എന്തോ കയറിയിട്ടുണ്ടല്ലോ ഷാരി. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ സംഭവിക്കാതിരുന്നാൽ കൊള്ളാം. രാഹുലിനെ വാൺ ചെയ്യുന്ന പോലെയാണ് ഷാരി പറയുന്നത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, രൂപ നാടകം കളിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നിന്റെ മനസ്സിനകത്തേക്ക് എന്തോ വിഷം കുത്തിക്കയറ്റിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. അപ്പം ഷാരി പറയുന്നുണ്ട്, വ്യക്തമായ തെളിവില്ലാതെ ഞാനൊന്നും വിശ്വസിക്കില്ല, അതുകൊണ്ട് അമ്മാതിരി വർത്താനൊന്നും വേണ്ട. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഷാരി താഴെ വരുന്ന സമയത്ത് സരയും മനോഹറും കൂടെ ചായ കുടിക്കുകയാണ്. അപ്പം ഷാരി സരയുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം സരയു ചോദിക്കുന്നുണ്ട്, അമ്മ തന്നെ ഇങ്ങനെ നോക്കുന്നേ, അമ്മ എങ്ങോട്ടേക്ക് പോവുക? അപ്പം മനോഹറും പറയുന്നുണ്ട്, അമ്മയ്ക്ക് മൊത്തമായിട്ടൊരു മാറ്റം ഉണ്ടെന്ന് മോളും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഷാരി തിരിച്ചു ചോദിക്കുക, എല്ലാവർക്കും ഇല്ലേ മോനെ മാറ്റങ്ങൾ? മോനും ഇല്ലേ മാറ്റങ്ങൾ? അപ്പം മനോഹർ വിചാരിക്കുന്നുണ്ട്, ദൈവമേ ഇനി എൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇവർ കണ്ടുപിടിച്ചോ? ആ മൊരടം വല്ലതും പറഞ്ഞു കാണുമോ? അപ്പം സരയു ചോദിക്കുന്നുണ്ട്, അല്ല മനുവേട്ടൻ എന്താ മാറ്റം? അല്ല അങ്ങനെയല്ല, ഈ വീടിൻ്റെ മാറ്റം കണ്ടിട്ട് മനുമോനും ഒരു മാറ്റം ഉണ്ട് അല്ലേ മോനെ? അപ്പം മനോഹർ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അമ്മേ, ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക വേണ്ടത്, അവരെ ചേർത്ത് പിടിക്കുക വേണ്ടത്. അപ്പം ഷാരി വിചാരിക്കുന്നുണ്ട്, ഇത്രയും നല്ലൊരു മോൾക്കും മരുമോനും ഒപ്പം എനിക്കിനി ജീവിക്കാൻ കഴിയുമോ എന്തോ. അല്ല അമ്മ എങ്ങോട്ടാ പോകുന്നേ? അതെനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് അമ്പലത്തിലേക്ക് പോകണം മോളെ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി പോകാൻ ശ്രമിച്ചിരുന്ന് വീണ്ടും തിരിച്ചു വന്ന് സരയുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടി കരയൊക്കെ ചെയ്യാണ്. അതിനുശേഷം വീണ്ടും അവൾ ഒരുപാട് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മനോഹർ അന്താളിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സരയും ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്കിത് എന്ത് പറ്റി അമ്മേ? അത് എനിക്ക് എൻ്റെ മോളോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നാന്നൊക്കെ പറഞ്ഞാൽ അവർ കരയാണ്. മൊത്തത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ മനോഹർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാരി വീണ്ടും കരഞ്ഞോട് പറയാണ്, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത്. മോൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞു ജനിക്കണം, ആ കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറയുന്ന പോലെ എന്തൊക്കെയോ പറയാണ് ഷാരി. അതൊക്കെ കേൾക്കുമ്പോൾ സരയുവിന് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഷാരി മരുമോനോട് പറയാണ്, മോനെ മോളുടെ പ്രസവം അമേരിക്കയിൽ വെച്ച് മതി കേട്ടോ. അതൊക്കെ അത്രയേ ഉള്ളൂ അമ്മേ, ഞാൻ എപ്പോഴും അത് തീരുമാനിച്ചതാ മനോഹറും പറയുന്നുണ്ട്. അപ്പോൾ സരയു പറയുന്നുണ്ട്, 9ാം മാസമായ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും മനുവേട്ട, നമുക്ക് അതിനു മുമ്പേ പോവാം മനോഹറും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷാരി പിന്നെ യാത്ര പറഞ്ഞ് പോവാണ്.
തിരിച്ച് നടക്കുമ്പോഴും ഷാരി ചിന്തിക്കുന്നതാണ്, മോൾ എൻ്റെ മോളല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകണം. ഈ നാട്ടിലല്ലെങ്കിൽ താര എന്ന് പറയുന്നവൾ പിന്നെ എൻ്റെ മോളെ അന്വേഷിച്ച് വരില്ലല്ലോ. ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഇതൊരിക്കലും അവളുടെ മോളല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഷാരി അവിടുന്ന് പോവുകയാണ്. അവർ പോയതിനു ശേഷം സരയു അമ്മയുടെ മാറ്റങ്ങളൊക്കെ മനോഹറിനോട് പറയാണ്. അപ്പോൾ മനോഹർ ചിന്തിക്കുന്നുണ്ട്, ആ ബകാസുരൻ സരയുവിന് പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അവർ എന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ. മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഒരു താളം തെറ്റിയ പോലെയാണ്. മനോഹർ ചിന്തിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? അല്ല, അമ്മയ്ക്ക് അച്ഛൻ്റെ കാര്യത്തിലൊക്കെ വിഷമം ഉണ്ടാവും, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ മോളൂ. അതിന് പോവാത്തത് ഞാനല്ലല്ലോ തടസ്സം, മനുവേട്ടനല്ലേ. അത് അമേരിക്കയിലെ ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളായപ്പോഴാണ് അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് മോളൂ. അവരൊക്കെ പോയതിന് ശേഷം തൊട്ട് പിന്നാലെ നമുക്കും പോവാം എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അന്തമില്ലാത്തൊരു ഭാര്യയാണ് മനോഹറിൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അത് സരയു അപ്പടേ വിഴുങ്ങി. അതിനുശേഷം മനോഹർ അവിടുന്ന് പോകുന്നതിന് നോക്കി സന്തോഷത്തോടെ ഇളിച്ചു നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.